അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഓരോ ദിവസവും നാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ കണ്ട് നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്നു, ധാരാളം അറിവുകൾ ലഭിക്കുന്നു എന്ന് എഴുതി അറിയിക്കുന്നു. അവരൊക്കെ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പകർത്തുന്നതിലൂടെ അവർക്ക് ആത്മീയമായ ഉയർച്ച ലഭിക്കുന്നു, സന്തോഷം ലഭിക്കുന്നു. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ കേൾക്കുന്നത്, നിങ്ങൾ എഴുതുന്നത്, ഇതൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട്. അള്ളാഹു ഇനിയും ഒരുപാട് ഖൈറാത്തുകൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിന് വേണ്ടി, അവൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ടത് അത് സ്വലാത്താണ്. സ്വലാത്ത് പതിവാക്കണം എന്നുള്ള കൽപ്പന അത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്നുള്ള ആയത്ത്. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലായികത്തും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുവിൻ എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു വിഷയത്തിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? ഞാനും മലക്കുകളും നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുവിൻ. ഞാനും മലക്കുകളും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുവിൻ. ഞാനും മലക്കുകളും സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കുവിൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആനിൽ സ്വലാത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാനും മലായികത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളും അത് നിർവഹിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വലാത്തിനെ കുറിച്ച്. അപ്പോൾ തന്നെ നമുക്ക് സ്വലാത്തിന്റെ മഹത്വം മനസ്സിലായി. നമ്മുടെ ഈ വീഡിയോയിൽ, ഈ ചാനലിൽ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് നാം പരിചയപ്പെടുത്തി. ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് ഒരു പിടി സ്വലാത്തുകൾ പരിചയപ്പെട്ടു. അതിൽ നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ സ്വലാത്തുകളുണ്ട്. നിങ്ങൾക്ക് സ്വലാത്തിനെ കുറിച്ച് അറിവുണ്ട്, അതിൻ്റെ മഹത്വത്തിനെ കുറിച്ചും അറിവുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ അറിയാതെ അത് പുതിയ അറിവായിട്ട് സ്വീകരിച്ചവരുണ്ട്. എങ്ങനെയായാലും നാം കേൾക്കുന്നതും പറയുന്നതൊക്കെ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്ന് നമുക്ക് അതുപോലെയുള്ള ഒരു സ്വലാത്താണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സ്വലാത്തുകളുടെ ഒരു ശേഖരണം എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് സ്വലാത്ത് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്ത്, അതിൻ്റെ മഹത്വവും ആ സ്വലാത്ത് എവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെ ഉണ്ട്. അതിലെ തീരെ കേട്ടു പരിചയമില്ലാത്ത സ്വലാത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പോലെ ഞാനത് ഓരോ ദിവസവും ഓരോന്നിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലേ, നമ്മളിങ്ങനെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞ് സ്വലാത്ത് പരിചയപ്പെട്ട് സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ച് അങ്ങനെ നാളെ നമുക്ക് ശഫാഅത്ത് ലഭിക്കണം. വേണ്ടേ? ഇൻഷാ അല്ലാഹ് പറയും മക്കളെ, ഇൻഷാ അല്ലാഹ് എന്ന് പറയൂ. കേൾക്കുന്നവരൊക്കെ ഒരു ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എന്ന് എഴുതി അറിയിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലുന്ന കാരണമായിട്ട് നാളെ ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ നാം പോകുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഷഫാഅത്ത് ചോദിക്കുന്നു. നമുക്ക് ഷഫാഅത്ത് തരാൻ ആദം നബി അലൈഹി സ്വലാമിന് കഴിയുന്നില്ല. എല്ലാ പ്രവാചകന്മാരും നമ്മെ ഒഴിവാക്കി അവസാനം നമ്മൾ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി. ആ ഹബീബായ തങ്ങളാണ് നമുക്ക് ശഫാഅത്ത് തരിക. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക. ആ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ ഹബീബായ തങ്ങളോട് ഏറ്റവും അടുത്തവരാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ അക്സറുഹും അലയ്യ സ്വലാ, എൻ്റെ മേലിലെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആരാണ് ചൊല്ലിയത് അവരാണെന്ന്. നമുക്ക് അവരിൽ ഉൾപ്പെടണ്ടേ? ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ അത്തരം ഒരു നല്ല മഹത്വമുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്വലാത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, മഹാനരായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ ഗസാലി ഇമാം എന്ന് കേട്ടിട്ടില്ലേ? ഗസാലി ഇമാമിന്റെ ഒരു കിതാബുണ്ട്, പ്രസിദ്ധമായ കിതാബ്. ഒരു കിതാബല്ല, പ്രസിദ്ധമായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കിതാബുണ്ട്. ഏതാണ് ആ കിതാബ്? ഇഹ്യാ ഉലൂമുദ്ദീൻ അല്ലേ, വലിയ കിതാബാണത്. ഞാനൊക്കെ അത് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്. ദർസിലുള്ള കുട്ടികൾക്ക് അത് സബക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് വിശാലമായ നല്ല വിഷയങ്ങളുള്ള, നമുക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുത്താൽ നല്ല ആത്മീയമായ ഒരു ഉണർവ് നമുക്ക് ലഭിക്കും. മഹാന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത്
അത് ഖുർആനിന്റെ അടുത്തെത്തിയ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇഹ്യാ ഉലൂമുദ്ദീനൊക്കെ നിങ്ങൾ അതിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയാണെങ്കിൽ കേൾക്കണം. അത്രമേൽ മനോഹരമാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും തെറ്റുകളെ തൊട്ട് നമ്മെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങൾ അതിലൂടെ പയറ്റുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ആ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഈ ഒരു സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ സ്വലാത്തിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ ആരായിരിക്കും ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ടാവുക? മഹാനരായ ഗസാലി ഇമാം. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത്, ഈ സ്വലാത്ത് വെള്ളിയാഴ്ച 80 ടൈംസ് 80 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ 80 കൊല്ലത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം 80 പ്രാവശ്യം ചൊല്ലിയാല് 80 കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു വരുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്യാച്ച് ആവുന്നുള്ള എനിക്കറിഞ്ഞൂടാ. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കി. നമ്മളെ നോമ്പിനെ കുറിച്ച്, ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവര് ഇതിന്റെ അടിയിൽ കമന്റ് എഴുതി. ആ സുന്നത്ത് നോമ്പിന്റെ മഹത്വം പറഞ്ഞത്, അത് മുമ്പത്തെ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും പുറത്തു കൊടുക്കുന്നു. ഒരു സുന്നത്ത് നോമ്പിന്റെ മഹത്വം എന്താണ്? മുൻ വർഷത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും പുറത്തു കൊടുക്കുന്നത്. അത് ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള സുന്നത്ത് നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുമ്പുള്ള ദോഷം പൊറുക്കപ്പെടും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കപ്പെടും. അതേത് സുന്നത്ത് നോമ്പാന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്ന് എഴുതി അറിയിക്കുക. ആ സുന്നത്ത് നോമ്പ് എടുത്തവരെ കുറിച്ച് മഹാന്മാർ കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം, അവൻ അടുത്ത വർഷമാകുന്നതിന്റെ അടുക്ക അവൻ മരിക്കൂല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ സുന്നത്ത് നോമ്പ് എടുത്തവന്റെ മഹത്വം എന്താ? നിങ്ങൾ ഈ പോയിന്റ് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ സുന്നത്ത് നോമ്പിന്റെ മഹത്വം എന്താണ്? കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കും, വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കും. അപ്പോ ഇവൻ ഈ സുന്നത്ത് നോമ്പെടുത്താൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കണമെങ്കിൽ ആ വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണല്ലോ, എന്നാലല്ലേ ആ വർഷത്തെ ദോഷം പൊറുക്കുള്ളൂ. അതുകൊണ്ട് ആ വർഷം അടുത്ത ആ നോമ്പ് വരുന്നത് വരെ അവനെ മരണപ്പെടൂല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു നോമ്പുണ്ട്. അതേപോലെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ സ്വലാത്ത് ഒരാള് 80 തവണ ചൊല്ലിയാൽ 80 കൊല്ലത്തെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 80 കൊല്ലം അവൻ ജീവിച്ചിരിക്കണ്ടേ? അപ്പൊ അവന് ആയുസ് ലഭിക്കാൻ കാരണമാകുന്നതാണ്. മനസ്സിലായില്ലേ? ദീർഘായുസ് ലഭിക്കാൻ, ധാരാളം ആയുസ് ലഭിക്കാൻ, ആഫിയത്തുള്ള ദീർഘായുസ് ലഭിക്കാൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ കാരണമാകും. എന്നാൽ ഞാൻ ആ സ്വലാത്ത് പറയാണ്. ഞാനത് എഴുതിയിട്ടില്ല, എനിക്ക് സമയം കിട്ടിയിട്ടില്ല. സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലാണ് എഴുതാറുള്ളത്. ഈ സ്വലാത്ത് വളരെ ചുരുങ്ങിയതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക അൻ-നബിയിൽ ഉമ്മിയ്യ. ഇതാണ് സ്വലാത്ത്. ഇത് 80 തവണ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അബ്ദിക വ നബിയിക അൻ-നബിയിൽ ഉമ്മിയ്യ. اللهم صل على محمد عبدك ونبيك النبي الأمي. 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 ഞാനിങ്ങനെ ആവർത്തിച്ചല്ലേ, നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിഖ്യാതമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, എഴുത്തും വായനയും അഭ്യസിക്കാത്ത ഏറ്റവും മഹാജ്ഞാനിയും നിന്റെ പ്രവാചകനും ദാസനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് ഇതിനർത്ഥം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ ഫലം ലഭിക്കും. ദിനേന സ്വലാത്തുകൾ ചൊല്ലുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ സ്വലാത്തും അവരുടെ ലിസ്റ്റിലേക്ക് ചേർത്തിയാൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.